ഈ പുസ്തകത്തിന്റെ പേര് ഓട്ടോമിക് ഹാബിറ്റ്സ്. ഈ പുസ്തകം വായിച്ചപ്പോൾ എനിക്ക് ആദ്യം തോന്നിയത് ഒരു ചെറിയ അസ്വസ്ഥതയായിരുന്നു. കാരണം എന്റെ ജീവിതത്തെക്കുറിച്ച് ഞാൻ ചിന്തിച്ചിരുന്ന പല കാര്യങ്ങളും തെറ്റായിരുന്നു എന്ന് എനിക്ക് മനസ്സിലായി. നമ്മുടെ ജീവിതം മാറുന്നില്ലെന്ന് നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. പക്ഷേ നമ്മൾ ഓരോ ദിവസവും ചെയ്യുന്നു ചെറിയ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ അധികം ശ്രദ്ധിക്കാറില്ല. ഈ പുസ്തകം അത് തന്നെയാണ് പറയുന്നത്. വലിയ മാറ്റങ്ങൾ വലിയ തീരുമാനങ്ങളിൽ നിന്നല്ല, നാം ദിവസേന അറിയാതെ തന്നെ ചെയ്യുന്നു ചെറിയ ശീലങ്ങളിൽ നിന്ന് നമ്മുടെ ജീവിതം രൂപപ്പെടുന്നത്. ഈ പുസ്തകം വായിക്കുമ്പോൾ ഞാൻ എന്റെ ലക്ഷ്യങ്ങളെക്കുറിച്ചല്ല, എന്റെ ശീലങ്ങളെക്കുറിച്ചാണ് കൂടുതൽ ആലോചിച്ചത്. എനിക്ക് വിജയിക്കണമെന്ന് ഞാൻ പലപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷേ അത് വേണ്ട നേടാൻ ശീലങ്ങൾ ഞാൻ ഉണ്ടാക്കിയിരുന്നോ എന്ന് ഞാൻ എനിക്ക് തന്നെ ചോദിച്ചിരുന്നില്ല. ഈ പുസ്തകം ഒരു കാര്യമാണ് എനിക്ക് പഠിപ്പിച്ചത്. ശീലങ്ങൾ വെറും പ്രവൃത്തികൾ മാത്രമല്ല, നമ്മൾ നമ്മളെ എങ്ങനെ കാണുന്നു എന്നതിന്റെ പ്രതിഫലനമാണ് ശീലങ്ങൾ. നിങ്ങൾ നിങ്ങളെ അലസനെന്ന് വിശ്വസിച്ചാൽ നിങ്ങളുടെ ശീലങ്ങൾ അതിനെ തെളിയിക്കും. നിങ്ങൾ നിങ്ങളെ ക്രമശീലനെന്നും ശക്തനെന്നും വിശ്വസിച്ചാൽ നിങ്ങളുടെ ശീലങ്ങൾ അതും തെളിയിക്കും. ഈ പുസ്തകത്തിലെ എന്നെ ഏറ്റവും കൂടുതൽ ആലോചിച്ചു ഒരു ആശയം ഇതാണ്: നമ്മൾ നമ്മുടെ ലക്ഷ്യങ്ങളുടെ നിലവാരത്തിലേക്ക് ഉയരുന്നില്ല, നമ്മൾ നിർമ്മിച്ചിരിക്കുന്നത് ശീലങ്ങളുടെ നിലവാരത്തിലേക്കാണ് താഴേക്ക് വീഴുന്നത്. കാരണം ജീവിതത്തിൽ മാറ്റം വേണമെങ്കിൽ ആദ്യം ശ്രദ്ധിക്കേണ്ടത് സ്വന്തം ശീലങ്ങളെയാണ്. വലിയ മാറ്റങ്ങൾ ഒറ്റ ദിവസം കൊണ്ട് ഉണ്ടാകില്ല, പക്ഷേ ചെറിയ ശീലങ്ങൾ ദിവസം തോറും ജീവിതത്തെ മാറ്റിക്കൊണ്ടിരിക്കും. ഈ പുസ്തകം എനിക്ക് അതാണ് മനസ്സിലാക്കിയത്. കാരണം ഞാൻ പറയുന്നത്, ഈ പുസ്തകം ഒരിക്കലെങ്കിലും എല്ലാവരും വായിച്ചിരിക്കണം. നിങ്ങൾ ഈ പുസ്തകം വായിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതുപോലെ മറ്റൊരു നല്ല ബുക്കിന്റെ റിവ്യൂവുമായി വീണ്ടും ഞാൻ വരാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നന്ദി.